ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് ഗൈസ്. നല്ല മഴയുണ്ട് ഗൈസ്. വേറെ ഒന്നുമല്ല ഗൈസ്, ഫ്രണ്ട്സിന് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കണം. അതിന് വേണ്ടിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നോക്കിയേ, നല്ല മഴയത്ത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലേക്ക് മരം വീണ് മുറിക്കുന്നത് കാണാം ഗൈസ്. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് ഗൈസ്. അപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ മൈക്കിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് വൈകി പോയി ഗൈസ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കറക്റ്റ് സമയമാണ് കേട്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ വേഗം ട്രെയിനിൽ കയറി. ഇവിടെ നിന്ന് 1 മണിക്കൂറുള്ളൂ ഗൈസ് കോയമ്പത്തൂരിലേക്ക്. പോകുന്ന വഴിക്ക് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഗൈസ്. ട്രെയിനിൽ വന്ന ഉത്തമമില്ല കാണാൻ ബാക്കി അവിടെ ഉണ്ടോ വെള്ളം ഗൈസ്. ഞങ്ങളങ്ങനെ കോയമ്പത്തൂരിലേക്ക് എത്തി ഗൈസ്. ഞങ്ങൾ സബ് വേൻ്റെ അടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇലക്ട്രോണിക് ഷോപ്പിലേക്കൊന്ന് പോകണം ഗൈസ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നു. ഇവിടെ നിന്ന് ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഗൈസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോയമ്പത്തൂർ. ഗൈസ്, ഇതാ കാണുന്നതാണ് കേട്ടോ ഫയർഫോഴ്സ് സർവീസ് കോയമ്പത്തൂർ. ഗൈസ്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസ് കോയമ്പത്തൂർ. ഗൈസ്, ഇതാണ് കേട്ടോ കോയമ്പത്തൂരിലെ കളക്ടർ ഓഫീസ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഷോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ ഷോപ്പിലേക്ക് കയറി വന്ന് ഇതാ എൻ്റെ ഒരു ഫ്രണ്ട്സ് സാധനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് വീണ്ടും വേറൊരു ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എത്ര വരും അപ്പോൾ? ഞങ്ങൾ അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ച് വീണ്ടും നാട്ടിലേക്ക് യാത്രയായിട്ടോ ഗൈസ്.
ഞങ്ങൾ വരുമ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിന് കയറിയത്. ട്രെയിനിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതൊന്ന് നോക്കിയ ഗൈസ്, ഒരു തോട് ഒഴുകി പോകുന്ന ദൃശ്യം. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.